മുണ്ടത്തിക്കോട് പള്ളിയിൽ പോയിട്ട് കമ്മിറ്റിക്കാർക്ക് വെച്ചിരുന്ന ഫുഡ് എടുത്ത് കഴിക്കാൻ പറ്റും സക്കീർ ബാക്കി ബട്ട് വി ക്യാൻ. ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പറയാൻ പോണത് മുണ്ടത്തിക്കോട് പെരുന്നാൾ കാണാൻ പോയ കഥയാട്ടാ. പോണ വഴിക്കാണ് ഇങ്ങനെ ഒരു ഡാൻസ് കണ്ടത്. ഇത് എവിടെ നിങ്ങൾ കണ്ട പോലെ ഇല്ലേ? അങ്ങനെ ഈ കലാപരിപാടിയും കഴിഞ്ഞ് ബാൻഡ് സെറ്റും കണ്ട് നമ്മളങ്ങനെ പള്ളിയുടെ മുമ്പിൽ എത്തിയിട്ടാ. ഇതാണ് മക്കളെ മുണ്ടത്തിക്കോട് പള്ളി. എന്തുട്ട കാണാൻ ഭംഗിയില്ലേ. അങ്ങനെ പള്ളിയും കണ്ട് നിൽക്കുമ്പോഴാണ് നമ്മുടെ ഫാൻസിനെ കണ്ടത്. ക്യാമറ കണ്ട വഴിക്ക് ഇവര് ഓടിയിട്ടാ. അങ്ങനെ നല്ലൊരു മേളവും കണ്ട് അതിന്റെ അപ്പുറത്തെ ഗ്രോട്ടോയും കണ്ട് നമ്മൾ നേരെ പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയിട്ടാ. ഇതാണ് പള്ളിയുടെ ഉൾഭാഗം. അങ്ങനെ കർത്താവിനോട് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളും പറഞ്ഞ് പുറത്തിറങ്ങിയപ്പോ അമ്പുകളൊക്കെ ഓരോന്നോരോന്നായിട്ട് കയറി തുടങ്ങിയിട്ടാ. ഇതാണ് നമ്മുടെ സ്നേജോ, ഗ്രാജുവേറ്റഡ് ആണ്, പക്ഷെ ക്യാമറ ഉണ്ടെന്നാണ്. ഈ കൊടി വീശിയതോടുകൂടി ഒരു കാര്യം മനസ്സിലായിട്ടാ, പെരുന്നാൾ വൈബ് ഓണാവാൻ പോവാ. നിങ്ങളൊന്ന് കണ്ടു നോക്കിയ പെരുന്നാൾ വൈബ്. അങ്ങനെ പെരുന്നാൾ വൈബ് കഴിഞ്ഞ് നോക്കുമ്പോ ദേ നിക്കണ ഒരു കൂട്ടം തിളങ്ങണ ഉടുപ്പെട്ട ചേട്ടന്മാര്. ദേ വരുന്നു നമ്മുടെ ഒരു ആരാധന. ഇവളിത് പറഞ്ഞത് എന്താ, ഒരു ഫ്ലൈറ്റ് മുകളിലേക്കാ പോയി. എന്ത് തള്ളതല്ലേ. അങ്ങനെ നല്ലൊരു ഫാൻസി വെടിക്കെട്ടും കണ്ട് നമ്മള് നേരെ അച്ഛന്റെ റൂമിലേക്ക് നടന്നുട്ടാ. പോണ വഴിക്ക് പുണ്യാളിനെ ഒന്ന് തൊട്ടുമുത്തി കുറച്ച് നേർച്ചയും മേടിച്ചിട്ട് നമ്മള് നേരെ അച്ഛന്റെ റൂമിലേക്ക് വലിഞ്ഞു നടന്നു. ഇതാണ് നമ്മുടെ ഫ്രാങ്കോ അച്ഛൻ. ഇത് അച്ഛന്റെ ഒപ്പം പഠിച്ച കൂട്ടുകാരൻട്ടാ. കുറച്ച് ഫുഡ് കഴിച്ചിട്ട് പോവാന്ന് അച്ഛനും എന്നാ കഴിച്ചിട്ട് പോവുള്ളൂന്ന് ഞങ്ങളും. അങ്ങനെ കമ്മിറ്റിക്കാർക്ക് കഴിക്കാൻ വെച്ചിരുന്ന ചോറും കുറച്ച് കറി എടുത്ത് നമ്മൾ കഴിച്ചിട്ടാ. അങ്ങനെ അച്ഛനോട് ബായ് പറഞ്ഞ് നടന്നു വരുമ്പോഴാണ് ഒരു ചേട്ടൻ ഫോട്ടോ എടുക്കാൻ കഷ്ടപ്പെടുന്നത് കണ്ടതിട്ടാ. അങ്ങനെ പ്രശസ്ത ഫോട്ടോഗ്രാഫറായ ജിനു കിരാലൂരാണ് കേട്ടോ ഈ ചിത്രം പകർത്തി കൊടുത്തത്. അങ്ങനെ ഫോട്ടോ എടുത്തു കൊടുത്ത് നമ്മൾ വീട്ടിലേക്ക് പോന്നിട്ടാ. അപ്പൊ എല്ലാവർക്കും ബൈ.